മൈ വെയിറ്റ് ഗെയിൻ ജേണി. ടടാ! അപ്പോൾ ഏകദേശം 18 കിലോളാണ് എനിക്ക് കൂടിയത്. ഞാൻ വെയിറ്റ് നോക്കിയ സമയത്ത് ഞാൻ ഇങ്ങനെ പിച്ച് നോക്കി, ഈശ്വര ഇത് സത്യമാണോ എനിക്ക് 18 കിലോളം കൂടിയോന്ന്. എന്ന് വെച്ചാൽ ഇന്ന് നാളെ അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് 18 അല്ലെങ്കിൽ ഒറ്റ മാസം കൊണ്ട് 18 കൂടിയെന്നല്ല ഞാൻ പറയുന്നത്. കുറച്ച് ടൈം എടുത്ത് ആ ടൈം എടുത്താണ് എനിക്കൊരു ചേഞ്ച് വന്നത്. ഏകദേശം ഒരു കൂടിപ്പോയ ഒരു 3 to 4 monthsലാണ് എനിക്ക് ഈ ഒരു ചേഞ്ച് വന്നത്. ഞാൻ 30 കിലോ ഉള്ളായിരുന്നു, വെറും 30 കിലോ, 30 അത്രേ ഉള്ളായിരുന്നു ഞാൻ എൻ്റെ ഡിഗ്രിയൊക്കെ പഠിച്ച സമയത്ത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൂടി, ഇപ്പം 30, 31, 32 അസെൻഡിങ് ഓർഡറിൽ ഒന്ന് കൂടും, വീണ്ടും ഡിസെൻഡിങ് ഓർഡറിൽ അത് തിരിച്ചു വരും. 32, 31, 30 അങ്ങനെ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി വെയിറ്റ് ചെക്ക് ചെയ്യും, എനിക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യും. അപ്പോൾ ഒന്ന് 30 ഒന്ന് 31 ആവും. പിന്നെ 2 ദിവസം കഴിഞ്ഞ് പോയി ചെക്ക് ചെയ്യുന്ന സമയത്ത് 31 വീണ്ടും 30 ആവും. അതായിരുന്നു എൻ്റെ വെയിറ്റിൻ്റെ ഒരു എന്താണെന്ന് അറിയത്തില്ല. പുള്ളിക്കാരൻ ഭയങ്കര തമാശക്കാരനാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയാണ് പണി തന്നുകൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെ വെയിറ്റ് ചെക്ക് ചെയ്യാനുള്ള കാരണം പോലും എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര എക്സ്ട്രീം ലെവൽ ഓഫ് ബോഡി ഷേമിങ് ഫേസ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ ഒരിക്കൽ ഇതിൻ്റെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം സെയിം പ്രോബ്ലംസ് തന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. എന്നോട് നേരിട്ട് എൻ്റെ മുഖത്തൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ പോയി പാടത്ത് കോലമായിട്ട് നിൽക്ക്, അതേ ഷേപ്പും അതേ രീതിയാണ് നിനക്ക്, പോയി പാടത്ത് കോലമായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞ് എനിക്ക് എത്രയും അടുത്തറിയാവുന്ന എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ വരെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്തെങ്കിലും ആവട്ടെ. പക്ഷേ അന്നൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു, വണ്ണം വെക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. കാരണം ഞാൻ അതാണ് ഇൻഫ്ലുവൻസ് ആയത്. കാരണം വണ്ണമുള്ള ആൾക്കാർ ഭയങ്കര ഹെൽത്തി, വണ്ണമില്ലാത്ത ആൾക്കാർ അൺഹെൽത്തി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇൻഫ്ലുവൻസ് ആയത്. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, വാട്ടെവർ എന്തെങ്കിലും ആവട്ടെ, ചമ്പിയായിട്ടിരുന്നോട്ടെ, സ്ലിം ആയിട്ടിരുന്നോട്ടെ, ബട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം, അതാണ് വേണ്ടുന്നത്. ഇപ്പം തന്നെ എനിക്കിപ്പോൾ ഒരു വെയിറ്റ് ഗെയിൻ വന്നല്ലോ, അപ്പം അത് എന്താണ്, ഞാൻ ഒന്നും കൂടി ഹെൽത്തി ആയിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് 30, 32, 33 കിലോ ഒക്കെ ഉള്ള സമയത്ത് എൻ്റെ കൈ പെട്ടെന്ന് ഫ്രാക്ചറൊക്കെ ആവുമായിരുന്നു. എനിക്ക് ഒട്ടും വെയിറ്റ് ഒന്നും താങ്ങാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും തട്ടി അപ്പം എൻ്റെ കൈ ഒടിയുമായിരുന്നു. ഒരു 3-4 തവണയൊക്കെ എൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട് കൊച്ചുനാളിലൊക്കെ വെച്ചിട്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പെട്ടെന്ന് പനി, അസുഖങ്ങളൊക്കെ വരുമായിരുന്നു. മീൻസ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ ഇല്ലേ, അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. പിന്നീടാണ് ഞാൻ വെക്കാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള, മീൻസ് എൻ്റെ HB കൗണ്ടൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ തുടങ്ങി. മാതളം, തണ്ണിമത്തങ്ങ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി. പക്ഷെ എന്താണെന്നറിയാമോ, എനിക്ക് വെയിറ്റ് ഇല്ലാതിരുന്ന സമയത്തും വെയിറ്റ് ഉള്ള സമയത്തും എനിക്ക് HB അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോർമലായിരുന്നു. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. കാരണം എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്, അത്യാവശ്യം kgs ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്, പക്ഷെ അവർക്ക് HB ഒക്കെ നല്ല കുറവാണ്. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അതൊക്കെ പോട്ടെ, നമ്മൾ ഇതൊക്കെ മായിച്ചോളാം. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ വെയിറ്റ് ഗെയിൻ ജേണിയെ പറ്റിയിട്ടാണ്. ഡിഗ്രിയൊക്കെ പഠിച്ച സമയത്ത് എനിക്ക് 30 കിലോ, 31 കിലോ, 32 കിലോ അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് എനിക്കൊരു എൻ്റെ ഓർമ്മ വെച്ചിട്ട്, മീൻസ് എൻ്റെ ഓർമ്മയിൽ എനിക്കൊരു 21 വയസ്സ് വരെ എനിക്ക് 37 കിലോ വരെ വന്നിട്ടുള്ളായിരുന്നു. എന്നിട്ട് വീണ്ടും അത് കുറയും, വീണ്ടും നല്ലോണം കുറയും, വീണ്ടും 32 പോകും, വീണ്ടും ഒന്ന് ചെറുതായിട്ട് കൂടും, വീണ്ടും കുറയും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം എനിക്ക് 22 ഉണ്ട്. അപ്പം ഇപ്പോഴാണ് ഞാൻ കുറച്ച് നാൾ മുന്നേ ഏകദേശം ഒരു മാസമായി കാണും, ഒരു മാസം മുന്നേ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടെ മറ്റേ വെയിറ്റ് മെഷീൻ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് നോക്കണോ വേണ്ടോ എന്നൊക്കെ എനിക്കൊരു ഇതായിരുന്നു. കാരണം നോക്കിയാലും പ്രത്യേകിച്ച് ചേഞ്ചും കാര്യങ്ങളൊന്നും കാണത്തില്ല, പിന്നെ നോക്കണ്ട എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഞാൻ വെയിറ്റ് നോക്കിയ സമയത്താണ് എനിക്ക് 47 kg. ഞാനിങ്ങനെ 47 kg, ഇനി എൻ്റെ കയ്യിൽ ഫോണിൻ്റെ വല്ല വെയിറ്റ് ആണോ എന്താണെന്ന് അറിയത്തില്ല. എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുത്തു. മീൻസ് എൻ്റെ കയ്യിൽ കുറച്ച് വെയിറ്റ് എന്ന് എനിക്ക് തോന്നിക്കുന്ന ഫോൺ, അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ തിരിച്ചു കൊടുത്തു. അപ്പം വീണ്ടും നോക്കിയപ്പോഴും 47 kg, കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്, കാരണം ഫോണിൻ്റെ വെയിറ്റ് ഉണ്ട്. അപ്പം ഞാനിങ്ങനെ എനിക്ക് വണ്ണം വെച്ചോ, എനിക്ക് വെയിറ്റ് വെച്ചോ എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ മറ്റേ കിളി പോയി കുറച്ച് നേരം നിന്നിട്ട് ഞാൻ അവരെയൊക്കെ വിളിച്ചിട്ട് നോക്കുക, നിങ്ങളൊന്ന് നോക്കി 47 അല്ലല്ലേ കാണിക്കുന്നത്, എനിക്കിനി വല്ല കണ്ണിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയതാണെന്ന് നോക്കിയ സമയത്ത് 47 കിലോ. പിന്നെ റീസെൻ്റായിട്ട് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്ത സമയത്താണ് എനിക്ക് ഇച്ചിരി കൂടെ kg മീൻസ് കൂടിയത്. അപ്പം എന്നോട് ഞാൻ റീസെൻ്റായിട്ട് നമ്മുടെ 100K ഒരു വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് കമൻറ്റിൽ വന്ന മെസ്സേജ്, എനിക്ക് കുറേ കമൻറ്റ് വന്നു, അല്ലാതെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് വന്നു, ചേച്ചി എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ, ചേച്ചിക്ക് ആദ്യത്തെ വീഡിയോ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ വീഡിയോക്ക് നല്ല ചേഞ്ച് ആണല്ലോ വന്നിരിക്കുന്നത്, ഫേസിന് വണ്ണം വെച്ചിട്ടുണ്ട്, ബോഡിക്ക് വണ്ണം വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ചേഞ്ച് ഉണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇപ്പോൾ കുറച്ച് നന്നായിട്ടുണ്ടല്ലോ, നീ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ട്, പണ്ട് നിനക്ക് തീരെ മീൻസ് വെയിറ്റ് ഇല്ലായിരുന്നല്ലോ, അപ്പോൾ ഇപ്പോൾ കുറച്ച് ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന്. അങ്ങനെ എനിക്ക് ഇൻബോക്സിലൊക്കെ വന്നു, ചേച്ചി ഒന്ന് പറഞ്ഞു തരുമോ, എന്നെ എല്ലാവരും കളിയാക്കുക, ഒന്ന് പറഞ്ഞു തരുമെന്ന്. കാരണം
നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് ഇപ്പോഴും. സ്റ്റിൽ ഇപ്പൊ കുറച്ച് പേരെങ്കിലും മാറിയെങ്കിൽ പോലും പകുതി മുക്കാൽ ആൾക്കാർ വരെ ഇപ്പോഴും വിചാരിക്കുന്നത് വണ്ണം ഉണ്ടെങ്കിൽ നല്ലത്, വണ്ണം ഇല്ലെങ്കിൽ പഞ്ഞല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും വിചാരിക്കുന്നത്. അത് നമ്മളെ കൂടെ മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പല മൈൻഡ് സെറ്റ് ഓഫ് ആൾക്കാരാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത്. അപ്പൊ സ്റ്റിൽ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും, മീൻസ് ഒരു 50% ആൾക്കാരെങ്കിലും സെയിം ഈ ഇഷ്യൂയിലൂടെ ഫോളോ ചെയ്ത് പോകുന്നതായിരിക്കും, മീൻസ് ഫേസ് ചെയ്ത് പോകുന്നതായിരിക്കും. 50 അല്ല 50 കൂടുതലായിരിക്കും, പക്ഷെ ഒരു ആവറേജ് എടുത്തിട്ട് പറഞ്ഞാൽ 50% ആൾക്കാരെങ്കിലും ഇപ്പം സ്ലിം ആയിട്ടിരിക്കുന്ന ആൾക്കാരെ വണ്ണം വെക്കെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാർ കാണും, ഇനി കുറച്ച് ചബ്ബി ആയിട്ടിരിക്കുന്ന ആൾക്കാരെ അത് കുറയ്ക്കെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാരും കാണും. നമ്മൾ അതൊന്നും മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെ ഒരു ചേഞ്ച് വന്നു അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. വീഡിയോ കുറച്ച് ലെങ്തി ആയിക്കോട്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം എൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് പറയുവാണ്. കാരണം അപ്പം നിങ്ങൾക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, ശരിയാണെന്നൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു 35 kg ഒക്കെ വെച്ച് ഉള്ളായിരുന്നു. ഞാൻ അന്ന് കുറേ കാര്യങ്ങളൊക്കെ കഴിക്കുമായിരുന്നു. വണ്ണം വെക്കാൻ വേണ്ടി അവിടുന്ന് ഇവിടുന്ന് ഓരോ ലേഹ്യ അരിഷ്ട അത് ഇത് മടകോട എല്ലാമൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു. പക്ഷേ ഏകദേശം 2 ദിവസമൊക്കെ ഞാനത് കഴിക്കത്തുള്ളൂ. പിന്നീട് അത് വീണ്ടും കഥാഹുക, അത് അവിടെ വല്ല മൂലയ്ക്ക് വല്ല പൊടിയും വല്ല ചെലന്തി വല്ലം കയറി അവിടെ ഇരിക്കും. പിന്നെ ഞാൻ നമ്മുടെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരുന്ന സമയത്ത് ഞാൻ ജിമ്മിൽ പോയി. ഏകദേശം ഒരു 3 മാസം ഞാൻ ജിമ്മിൽ പോയി. ജിമ്മിൽ പോയ സമയത്തും സെയിം എനിക്ക് 36 സംതിങ് എങ്ങാണ്ട് എനിക്കുള്ളൂ. 36 ഇല്ല 35 സംതിങ് എങ്ങാണ്ടേ ഉള്ളൂ. അങ്ങനെ ജിമ്മിൽ പോയി ഞാൻ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. എനിക്ക് ഭയങ്കര വർക്കൗട്ടില്ല, മറ്റേ ഡമ്പിൾ കറിച്ച് ഇങ്ങനൊന്നും അടിയൊന്നുമില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ 2 കിലോ 3 കിലോ ഡമ്പൽ എടുക്കുക, പിന്നെ സ്കോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം എനിക്കറിയത്തില്ല, ചിലപ്പോൾ എൻ്റെ ബോഡി അനങ്ങിയോണ്ടായിരിക്കും എനിക്ക് വിശപ്പ് വരാൻ തുടങ്ങി. അതിന് മുന്നേ എനിക്കങ്ങനെ വിശപ്പെന്ന് പറഞ്ഞാൽ സാധനമേ ഇല്ല. അത് കഴിക്കുക ഇത് കഴിക്കുന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വായിൽ നിന്ന് ആകപ്പാടെ വീഴുന്നൊരു സാധനം, എനിക്ക് വിശക്കുന്നില്ല. പക്ഷെ അതിന് ശേഷം എനിക്കെന്തോ വിശപ്പ് വരാൻ തുടങ്ങി. ഞാൻ മിക്ക ദിവസങ്ങളിലും രാത്രി കഞ്ഞിയും പയറും കുടിക്കുമായിരുന്നു. കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ കിട്ടണം. എനിക്ക് ആദ്യം എനിക്കങ്ങ് വിശക്കാൻ തുടങ്ങി. മീൻസ് രാവിലെ ആയിരുന്നു ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നത്. ഞാനും എൻ്റെ ഒരു അപ്പച്ചിയും കൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ ഞാൻ കെല്ലോക്സും പാലും കുടിക്കുമായിരുന്നു. കുടിച്ചിട്ട് ഞാൻ ജിമ്മിൽ പോകും. ജിമ്മിൽ പോയിട്ട് തിരിച്ചു വരുമ്പം വർക്കൗട്ടൊക്കെ ചെയ്ത് വരും. എനിക്ക് എന്തെങ്കിലും ഞാനല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ച് കഴിക്കുമെന്നുള്ള മൈൻഡിലാണ് എനിക്ക് വരുന്നത്. എനിക്ക് ഭയങ്കര വിശപ്പും. അങ്ങനെ ഞാൻ വന്നിട്ട് പഴവും മുട്ടയും കഴിക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാനൊരു പാലും ബൂസ്റ്റും കുടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ പഴങ്ങഞ്ഞി കഴിക്കുമായിരുന്നു. തലേന്നത്തെ ചോറെടുത്ത് അമ്മ വെച്ചിട്ടുണ്ടായിരിക്കും. തലേന്നത്തെ ഇല്ലെങ്കിൽ അന്നത്തെ ചോറെടുത്തിട്ട് അമ്മ വെച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് ഏത് ചോറിനകത്ത് തൈര് ഒഴിച്ച് കുടിച്ചാലും പഴങ്ങഞ്ഞിയാണ്. അതെൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ ചോറിനകത്ത് അമ്മ തൈര് എടുക്കുവാണെങ്കിലോ അരിച്ചു തരണം. അരിച്ചു തരാത്ത തൈര് ഞാൻ കുടിക്കത്തില്ല. എനിക്ക് പാട വരാനേ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, കടയിൽ നിന്ന് തൈര് വാങ്ങിക്കും. കടയിലെ തൈരിന് അധികം പാട വരത്തില്ലല്ലോ. പക്ഷെ നമ്മൾ വീട്ടിലെ ഈ ഒഴിക്കുന്ന തൈരിനകത്ത് പാട വരും. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ തൈരും കുറച്ച് മോര് കറിയും അങ്ങനെ എന്തെങ്കിലും വല്ല ചീനിയോ വല്ല ചക്കയോ അങ്ങനെ എന്തെങ്കിലും അതൊക്കെ എല്ലാം കൂടെ കുഴച്ച് അമ്മ തരും. അപ്പോൾ എനിക്ക് വിശപ്പ് കാരണം ഞാൻ മൊത്തം കഴിക്കും. എന്നിട്ട് ഞാൻ ഉച്ചയാകുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ചോറ് കഴിക്കുമായിരുന്നു. എനിക്ക് പയറൊക്കെ പുഴുങ്ങി തരുമായിരുന്നു. പയർ പുഴുങ്ങി തരും, കടല പുഴുങ്ങി തരും, കടല പയർ അങ്ങനത്തെ എന്തെങ്കിലും ഞാൻ എൻ്റെ ഫുഡിനകത്ത് കൊണ്ടുവരാൻ നോക്കുമായിരുന്നു. കാരണം ജിമ്മിലെ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് കൊണ്ടുവരാൻ നോക്കണം, കടല പയർ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ നോക്കണം മാക്സിമം. അങ്ങനെയൊക്കെ ഞാൻ കഴിക്കും. ചേട്ടൻ എന്നോട് പറഞ്ഞത് മീൻസ് മുളപ്പിച്ച കടലയും മുളപ്പിച്ച പയറും കഴിക്കാനാണ്. 2 ദിവസം ഞാൻ കഴിച്ചു. 3ാമത്തെ ദിവസം എനിക്ക് ഭയങ്കര വേരിൻ്റെ ചെവ, ഈ മുളപ്പിച്ച് വരുമ്പോൾ ഭയങ്കര വേരിൻ്റെ ചെവ. അങ്ങനെ ഞാനത് മാറ്റി വെച്ചിട്ട് ഞാൻ നോർമൽ, എനിക്കൊന്നും കൂടി ഇഷ്ടം നമ്മുടെ ചുമന്ന പയറില്ലേ, അതിനിപ്പോൾ എന്താ പറയുന്നത്, ചെറുപയറും എന്തോ പേര് പറയാമായിരുന്നല്ലോ, വൻപയറായിരുന്നു എനിക്കൊന്നും കൂടി ഇഷ്ടം. വൻപയറും കഞ്ഞിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. വൻപയറും കഞ്ഞിയും കുറച്ച് അച്ചാറും, ഈശ്വരാസ്വർഗം. അങ്ങനെ വൻപയറും ചോറും ഒക്കെ ഞാൻ കഴിക്കുമായിരുന്നു. അങ്ങനെ മാക്സിമം ഞാൻ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് കൊണ്ടുവരുന്ന നോക്കും. പിന്നെ ചിക്കനൊക്കെ കഴിക്കുമായിരുന്നു. ചിക്കനൊക്കെ ഞാൻ പണ്ടും കഴിക്കുമായിരുന്നു. പക്ഷെ പിന്നീട് ഒന്നും കൂടി എനിക്ക് കാരണം എനിക്ക് വിശക്കും, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരാം. പിന്നെ അങ്ങനെ കഴിക്കും. രാത്രി ഞാൻ കഴിക്കും. അങ്ങനെ കറക്റ്റായിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി. രാവിലെ കഴിക്കും, ഉച്ചയ്ക്ക് കഴിക്കും, വൈകിട്ട് കഴിക്കും, രാത്രി കഴിക്കും. അങ്ങനെ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ വയറെന്ന് പറഞ്ഞില്ല, ഞാൻ കഴിക്കാതിരുന്നിട്ട് എൻ്റെ വയറ് കംപ്ലീറ്റ് മാംസം ഒട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു. ഞാൻ അമ്മാതിരി കഴിക്കാത്ത ആളായിരുന്നു. അങ്ങനെ മാംസം ഒട്ടിപ്പിടിച്ചിരുന്ന എൻ്റെ വയറൊക്കെ ഒന്ന് വികസിക്കാൻ തുടങ്ങി. പിന്നെ വെള്ളം കുടിക്കുമായിരുന്നു. അത്യാവശ്യം നല്ലോണം ഞാൻ വെള്ളം കുടിക്കാൻ തുടങ്ങി. ഇപ്പം സാധാ വെള്ളം കുടിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ വല്ല കഞ്ഞിവെള്ളം അങ്ങനെ എന്തെങ്കിലും കുടിക്കും, മോരും വെള്ളം കുടിക്കും, ആ വെള്ളം ഈ വെള്ളം അങ്ങനെ കണ്ടിന്യൂസ് കുടിക്കും. പിന്നെ ഇടയ്ക്ക് ടാങ്കുകളൊക്കെയും കുടിക്കും. പക്ഷെ അങ്ങനെ കുടിച്ചുകൂടാ കേട്ടോ, അത് നമുക്കൊക്കെ നല്ലതല്ല എപ്പോഴും ടാങ്കും ഫ്രൂട്ടിയും ഒന്നും കുടിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും വല്ലപ്പോഴൊക്കെ നമ്മൾ
മനുഷ്യന്മാരില്ലേ, ഇപ്പോൾ കുടിച്ചു പോകും, കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിന്യൂസ് ആരും കുടിക്കല്ല കേട്ടോ. അങ്ങനെ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ഫുഡ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ 3 മാസം ഞാൻ കണ്ടിന്യൂസ് പോയി. എന്തായിക്കോട്ടെ, രാവിലെ എണീക്കുന്നു, ജിമ്മിൽ പോകുന്നു, തിരിച്ചു വരുന്നു, രാവിലെ പോകാൻ പറ്റില്ലെങ്കിൽ വൈകുന്നേരം പോകുന്നു, ഒരു ദിവസം പോലും മുടക്കാതെ ഞാൻ കണ്ടിന്യൂസ് പോയി. എനിക്ക് അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കില്ലായിരുന്നു കേട്ടോ. വർക്ക് ഉണ്ടെങ്കിൽ പോലും ഞാൻ വർക്കിന് പോയിട്ട് വൈകിട്ട് ഞാൻ പോകും, ജിമ്മിൽ പോകും. ഞാനും എൻ്റെ അപ്പച്ചിയും കൂടെ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ എന്തിനോട് ജിമ്മിൽ പോകും. ഞങ്ങൾ ഭയങ്കര വർക്കൗട്ടാണ്, ആരുമില്ലാത്ത. അപ്പോൾ ആ മെഷീനിൽ കയറുന്നു, ഈ മെഷീനിൽ കയറുന്നു വെച്ചാൽ പകുതി മുക്കാൽ വെയിറ്റ് ഞങ്ങളെ കൊണ്ട് പൊക്കാൻ പറ്റത്തില്ല. അങ്ങനെ സ്ക്വാട്ടൊക്കെ ചെയ്യും, ചെസ്റ്റ് ഒക്കെ ചെയ്യും, ബൈസെപ്സ്, ട്രൈസെപ്സ്, പിന്നെ ഫോർ ആംസ്, അങ്ങനെ എന്തൊക്കെയൊക്കെ ഇല്ലേ. എനിക്ക് ഇനി പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അങ്ങനെ അതൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 3 മാസം കഴിഞ്ഞപ്പോൾ ജിമ്മ് പോക്കലങ്ങ് നിർത്തി. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വർക്ക് വരാൻ തുടങ്ങി. എനിക്ക് പ്രൊമോഷൻ വർക്ക്, ഷൂട്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബിസി ആയിപ്പോയി. അങ്ങനെ എനിക്ക് ഞാൻ പോയാൽ നിർത്തിയ സമയത്ത് പിന്നീട് അപ്പച്ചിയും പോക്കലൊക്കെ നിർത്തി. ഞങ്ങൾ എന്തോ എനിക്ക് അറിയത്തില്ല, എനിക്ക് ഒരു കാര്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും നാൾ അങ്ങനെ കണ്ടിന്യൂസ് പോയത് ജിമ്മിൽ പോകുന്നതായിരിക്കും. അങ്ങനെ അത് നിർത്തി. അങ്ങനെ ഞാൻ പിന്നീട് എനിക്ക് എന്തൊക്കെയോ ലൈക്ക് എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ചെള്ള വെച്ച ഫീൽ തോന്നി. കൈക്കൊന്ന് മീൻസ് അതിനെ ബൈസെപ്സും ട്രൈസെപ്സും ചെയ്തതിൻ്റെ എനിക്കറിയത്തില്ല, കൈയുടെ ഇവിടെയൊക്കെ കുറച്ചും കൂടെ ഒന്ന് കുറച്ച് മസിലുണ്ട്, കുറച്ച് മസിലൊക്കെ വന്ന് എനിക്കൊരു ഫീൽ ചെയ്തു. പിന്നെ നമ്മുടെ ബോഡി ഷേപ്പൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് എനിക്ക് തോന്നി. ജിമ്മിൽ പോകുന്ന സത്യം പറഞ്ഞാൽ നല്ലതാട്ടോ. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ നമ്മുടെ ബോഡി ഷേപ്പൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ നല്ലതായിട്ടൊരു ഐറ്റമാണ് ജിമ്മിൽ പോകുന്നത്. ഞാനതിപ്പോഴും പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. പിന്നെ എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വർക്ക് വരാൻ തുടങ്ങി. രാവിലെയൊക്കെ ആയിരിക്കും ഞാൻ വർക്കിന് പോകുന്നത്. പിന്നെ പോയിട്ട് വരുമ്പോൾ ലേറ്റ് ആവും. പിന്നെ എനിക്ക് പോകാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ജിമ്മിലൊക്കെ പോയി ഫുഡൊക്കെ കറക്റ്റ് കഴിക്കാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് കുറച്ചൊന്ന് വിശക്കാൻ തുടങ്ങി. വിശപ്പെന്ന ഫീലിങ്സ് അറിയാത്ത എനിക്ക് കുറച്ച് വിശപ്പ് വന്നു തുടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് വിശക്കാത്തതുകൊണ്ടായിരുന്നു ഞാൻ കഴിക്കാത്തത്. പക്ഷേ കുറച്ച് ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും എനിക്കൊന്നും വാങ്ങിച്ചു തരത്തില്ല, എൻ്റെ അച്ഛനും അമ്മയും എനിക്കും ചേച്ചിക്കും പട്ടിണി കിട്ടിയേക്കുവാണ്, ഞങ്ങൾക്കൊന്നും വാങ്ങിച്ചു തരത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പറയുന്നത് ഇടയ്ക്കെന്ന് പറയട്ടെ, നമ്മൾ നെവർമൈൻഡ്. ഓക്കെ, അങ്ങനെ പിന്നെ ഞാൻ കഴിക്കാൻ തുടങ്ങിയ ഒരു ഐറ്റം എന്ന് വെച്ചാൽ യോഗട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാനിങ്ങനെ നോക്കിയ സമയത്ത് യോഗട്ട് കഴിച്ചാൽ വണ്ണം വെക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വണ്ണം വെക്കുമല്ല, നമുക്കൊന്ന് ബോഡി ഓക്കെ ആയിട്ട് വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ യോഗട്ട് കഴിക്കുമായിരുന്നു. ആദ്യം എനിക്ക് യോഗട്ട് എന്ന് പറഞ്ഞ ഫുഡ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ എന്നെക്കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിച്ചാണ് ഒരു വട്ടം. പക്ഷേ ഞാൻ ഫ്ലേവേർഡ് യോഗട്ട് കഴിക്കുമായിരുന്നു. നമുക്ക് ഈ മിൽക്കി മിസ്റ്റ് അങ്ങനെ കുറച്ച് ബ്രാൻഡ്സിൻ്റെയൊക്കെ ഫ്ലേവേർഡ് യോഗട്ട് കിട്ടും. അങ്ങനെ അത് ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. അത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊന്നും കൂടെ ചേഞ്ച് എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് ചേഞ്ച് ഉണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴും എനിക്കൊരിത് വെയിറ്റ് നോക്കണോ, വേണ്ട, നോക്കണ്ട, നോക്കിയാലും എന്താ പ്രത്യേകിച്ച് ചേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് കഴിക്കാന്നുള്ള രീതിയിൽ ഞാൻ സത്യം പറഞ്ഞാൽ യോഗട്ട് പക്ഷേ വണ്ണം വെക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ കഴിച്ചല്ല. എനിക്ക് എൻ്റെ രുചി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു ദിവസമൊക്കെ 3-4 യോഗട്ടൊക്കെ കഴിച്ച സമയമുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും കഴിക്കാൻ നിൽക്കില്ല കേട്ടോ ആരും. മാക്സിമം ഒരെണ്ണം വെച്ച് കഴിക്കാം. അങ്ങനെ യോഗട്ട് കഴിക്കുമായിരുന്നു. പിന്നെ ഐസ്ക്രീംസ് കഴിക്കാൻ തുടങ്ങി. പിന്നെ മുട്ടായി കഴിക്കുമായിരുന്നു. പിന്നെ പറഞ്ഞുകൊണ്ട് ചക്കാച്ചീനി, പഴങ്കഞ്ഞി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുമായിരുന്നു. പിന്നെ ഞാൻ തന്നെ റെഡിയാക്കിയ കുറച്ച് ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് പച്ചപ്പാലെടുക്കും, അതിലേക്ക് കുറച്ച് ഈന്തപ്പഴം വല്ലതും ഇടും. പിന്നെ എന്നും നമുക്ക് ക്യാഷ് ഒന്നും ഇടാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്നും അന്നില്ലായിരുന്നു. എന്നിട്ട് കുറച്ച് പഴം ഇടും, ബൂസ്റ്റ് അങ്ങനെ അടിച്ച് മിക്കവാറും കുടിക്കുമായിരുന്നു. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ പച്ചപ്പാൽ കണ്ടിന്യൂസ് കുടിച്ച് എനിക്ക് ഭയങ്കര കഫം വരാൻ തുടങ്ങി. മീൻസ് ഭയങ്കര ചുമയും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതിനുശേഷം എന്തോ അതങ്ങ് നിർത്തി. കാരണം ഇടയ്ക്ക് വെച്ചാൽ കണ്ടിന്യൂസ് അങ്ങ് പച്ചപ്പാൽ കുടിക്കുമായിരുന്നു. എനിക്ക് പാൽ ഇഷ്ടമല്ലെങ്കിൽ പോലും ഞാൻ കുടിക്കുമായിരുന്നു. അങ്ങനെ കുടിച്ച സമയത്ത് എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ വന്നു. അങ്ങനെ അതങ്ങ് നിർത്തി. പിന്നെ ഞാൻ യോഗട്ട് കഴിക്കുമായിരുന്നു. ബട്ട് ഇപ്പം ഞാൻ സ്റ്റിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് യോഗട്ട് ഞാൻ കഴിക്കും. പിന്നെ മാക്സിമം ഫുഡ് കറക്റ്റ് കഴിക്കാൻ നോക്കും. പക്ഷേ ഞാൻ രാവിലെയൊക്കെയാണല്ലോ വർക്കിന് വന്നത്. അപ്പോൾ വർക്കിന് പോയി കഴിയുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ ഫുഡൊന്നും കഴിച്ച് ഫോളോ ചെയ്ത് പോകാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം വർക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നല്ല ക്ഷീണമായിരിക്കും. പിന്നെ എങ്ങനെയും ഒന്ന് കിടന്നാൽ മതി എന്നായിരിക്കും. പക്ഷെ വിശക്കുമ്പോൾ അത്യാവശ്യം കഴിക്കാൻ നോക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് എനിക്കൊരു വെയിറ്റ് ഗെയിൻ വന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണം, ചേഞ്ച് വേണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ യോഗട്ട് കഴിക്കാൻ നോക്കണം, ചോറൊക്കെ കഴിക്കാൻ നോക്കണം, വെള്ളം കുടിക്കാൻ നോക്കണം. പിന്നെ ഈ പറഞ്ഞിട്ട് വല്ലപ്പോഴും പഴം കഴിക്കണം, മുട്ട കഴിക്കണം, പയറ് ഐറ്റംസ് മീൻസ് നമ്മുടെ പയറ്, കടല, അങ്ങനത്തെ മുതിരയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുതിരയും കഞ്ഞിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാൻ നോക്കണം. അതൊക്കെ കഴിച്ചാൽ മീൻസ് നമുക്കും കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കാൻ നല്ലതാണ്. നമുക്ക് നല്ല ബ്ലഡ് കൗണ്ട് കൂടാനും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ, നമ്മുടെ സ്കിന്നിന്, ഹെയറിനൊക്കെ നല്ലതായിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ ജേർണിയെ പറ്റി എനിക്ക് പറയാനുള്ളത്.
പിന്നെ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു ജിമ്മിൽ പോകണം, ഒന്നും കൂടെ ഒന്ന് ഫിറ്റ് ആവണം, നല്ല ഹെൽത്തി ആവണം എന്നൊക്കെ എനിക്കുണ്ട്. പക്ഷേ പോകണം എന്നുണ്ട്, പോവുമായിരിക്കും, ചിലപ്പോൾ പോകത്തില്ലായിരിക്കും. കാരണം എനിക്ക് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ സീസൺ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ എനിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളിങ്ങനെ ജിമ്മിലൊക്കെ ഞാൻ പിന്നെ കേട്ടൊരു കാര്യമാണ്, ജിമ്മിൽ പോകുന്ന സമയത്ത് എന്നോട് ആൾക്കാർ ചോദിക്കും, നിനക്ക് ഇവിടെ വണ്ണം കുറയ്ക്കുന്നുണ്ട്, പിന്നെ എന്തിനാ നീ ജിമ്മിൽ പോകുന്നത്? എൻ്റെ പൊന്നുമാശേ, ജിമ്മിൽ പോകുന്നത് വണ്ണം കുറയ്ക്കാൻ മാത്രമല്ല, വെയിറ്റ് ഗെയിനിന് ജിമ്മിൽ പോകാറുണ്ട്. ഞാൻ അവിടെ മെയിൻലി പോയിട്ട് ചേട്ടനോട് പറഞ്ഞത്, ചേട്ടാ എനിക്കൊന്ന് ഫിറ്റ് ആവണം, എനിക്ക് ഒന്ന് ഹെൽത്തി ആവണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് നിസ്സാരം, നമുക്ക് മാറ്റിയെടുക്കാം. എൻ്റെ ചേച്ചിയും ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നിങ്ങൾ ജിമ്മിൽ പോകാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ജിമ്മിൽ പോകാൻ നോക്കൂ, നമ്മുടെ ബോഡി ഒന്ന് ഹെൽത്തി ആയിട്ടിരിക്കാനും. ഈവൻ നമ്മുടെ സ്കിന്നിന് പോലും നല്ലതാണ്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ ഫേസൊക്കെ നല്ല ചബ്ബി ആയിട്ടിരിക്കാനൊക്കെ, നല്ല പ്ലംബി ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ ജേർണിയെ പറ്റിയിട്ട്. അപ്പം നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഐറ്റംസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഓവറോൾ നമുക്ക് എന്താണോ വേണ്ടത് അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ നിൽക്കില്ല. നമുക്ക് ചേഞ്ച് വേണോ എന്ന് നമ്മൾ ചേഞ്ച് ആയിക്കോണം. അല്ലാതെ ഇന്ന ആൾ പറഞ്ഞു, അയ്യോ എന്ത് കൊച്ചേ ഇങ്ങനെ ഇരിക്കുന്നു, എൻ്റെ പൊന്നു കൊച്ചേ നിനക്ക് തീരെ വണ്ണമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മൾ ചേഞ്ച് ആവാൻ നിൽക്കില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചേഞ്ച് ആവണം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം, അത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. സോ അപ്പം എന്തായാലും ബൈ ഡിയേഴ്സ്, താങ്ക് യു.